വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഏറ്റവും ബഹുമാനനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പാലോട് ദേവി അവർ, ഏറെ ബഹുമാനനായ നമ്മുടെ എല്ലാവരുടെയും നേതാവ് കോവളത്തിൻ്റെ MLA കൂടിയായ ശ്രീ M. വിൻസെൻ്റ്, ഇന്നത്തെ ചടങ്ങിൻ്റെ മാറ്റു വർദ്ധിപ്പിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ സന്ദീപ് വാര്യർ, മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ നെയ്യാറ്റിൻകര സനൽ, നിരവധി നേതാക്കന്മാർ, KPCC ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ബാബുചേട്ടൻ, പ്രിയപ്പെട്ട നിരവധി നേതാക്കന്മാർ വേദി, ഇതോടൊപ്പം സദസ്സിൽ രണ്ടുപേരും. ഒന്ന് എൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ CV സതീശേട്ടനുണ്ട്, എൻ്റെ മണ്ഡലം പ്രസിഡന്റ് രമേശ് ചേട്ടനുണ്ട്. നിങ്ങൾ വിചാരിക്കും പാലക്കാട് ബ്ലോക്ക് പ്രസിഡന്റിനും പാലക്കാട് നോർത്ത് മണ്ഡലം പ്രസിഡന്റിനും തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന യോഗത്തിൽ എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ചുമതല ഏറ്റെടുത്ത പ്രദേശത്തെ മണ്ഡലം പ്രസിഡന്റും ആ പ്രദേശംകാരനായ ബ്ലോക്ക് പ്രസിഡന്റുമാണ് നൽകുന്നത്. ഇനി അവിടെ ഏതാണ്ട് 20ഓളം ആളുകൾ 24 ദിവസം തുടർച്ചയായി, അതല്ലാതെയുള്ള ആളുകൾ വന്നുപോയും ഒക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ചുമതല വഹിച്ചിട്ടുള്ള പ്രദേശമാണ്. ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത, ഇപ്പം പാലക്കാട് മുനിസിപ്പാലിറ്റി ലീഡ് ചെയ്തു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പാലക്കാട് ഞങ്ങൾ മണ്ഡലം തിരിക്കുമ്പോൾ പാലക്കാട് സൗത്തിൽ വലിയ ഭൂരിപക്ഷം നമുക്കുണ്ട്, പാലക്കാട് വെസ്റ്റിൽ വലിയ ഭൂരിപക്ഷം നമുക്കുണ്ട്. പക്ഷെ പാലക്കാട് നോർത്തിൽ ഭൂരിപക്ഷം നമ്മൾ പിന്നിലായിട്ടും എന്തുകൊണ്ട് ആ മണ്ഡലം ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ തുടക്കത്തിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമുണ്ടല്ലോ, അതായത് 6-7 റൗണ്ട് വരെ നമ്മൾ പഠിച്ചു വെച്ചേക്കാണല്ലോ. ഇപ്പോൾ ഒന്നാമത് സാധാരണ റിസൾട്ട് വരുമ്പം 1ാം റൗണ്ട് പുറകിൽ പോകുമ്പോഴൊക്കെ ആശങ്ക നമുക്കുണ്ടാകും. പക്ഷെ ഇത്തവണ ആശങ്കയില്ല. 1ാം റൗണ്ട് കഴിയുമ്പം നമ്മൾ പുറകിൽ നിൽക്കുമ്പോൾ തൊട്ട് കയ്യടിയാണ്. കാരണം നമ്മളൊരു 6 റൗണ്ട് വരെ 10,000 വോട്ടിന് പിന്നിൽ നിന്നിട്ട് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ച ആളുകളാണ് നമ്മളെല്ലാവരും. ആ 1ാം റൗണ്ട് കഴിഞ്ഞ് 2ാം റൗണ്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ ആ 10,000ത്തിലേക്ക് ലീഡ് കുതിക്കാതെ നമ്മൾ ലീഡ് എടുക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഈ മണ്ഡലം കമ്മിറ്റി അവിടെ BJPയെ പിടിച്ചു നിർത്തിയതാണ് എന്ന് വളരെ സ്നേഹത്തോടെ അഭിമാനത്തോടു കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ശ്രീ സന്ദീപ് വാര്യർ സൂചിപ്പിച്ചതുപോലെ ബൂത്ത് ഏജന്റുമാർ ഇരുന്നാൽ എന്ത് ചെയ്യണമെന്ന് അവർ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രദേശത്താണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ചുമതല ഏറ്റെടുത്തത്. പാലക്കാടുകാരുടെയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവിടെ വലിയ മുന്നേറ്റം നമുക്കുണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിന് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയോടുള്ള സ്നേഹാഭിവാദ്യങ്ങൾ വളരെ വിനയത്തോടു കൂടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ മറ്റൊരു മണ്ഡലത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, പ്രിയപ്പെട്ട നമ്മുടെ MLA ചുമതലക്കാരനായിരുന്ന സേവ്യറായിട്ട് നമ്മൾ, അത് സാധാരണഗതി നമ്മൾ ഒപ്പത്തിനൊപ്പം ലഭിച്ചിട്ടാണ്, ഒപ്പത്തിനൊപ്പമാണ് ആ മണ്ഡലം എത്താറുള്ളത്. പക്ഷെ ആ മണ്ഡലത്തിൽ ഇത്തവണ കൃത്യമായി വലിയ ലീഡ് ഉണ്ടാക്കാനായിട്ടുള്ള ഒന്നാമത്തെ കാരണക്കാരൻ ശ്രീ M. വിൻസെൻ്റ് അവിടെ നടത്തിയ കൃത്യമായ പ്രവർത്തനം. അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പറഞ്ഞു, ഒരു പുതിയ എക്സ്പീരിയൻസാണ്, വളരെ ചിട്ടയായി. ഇപ്പം അവിടെ ഒരുപാട് ചാർജുകാരുണ്ടാകും, എല്ലാവരും നന്നായി തന്നെ
അത്യധ്വാനം ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യക്തിപരമായി എന്തൊരു വിജയമാണ്. അത് നമ്മുടെ കൂട്ടായ്മയുടെ, കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിലൊക്കെ വലിയ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. RSSന്റെ വളരെ സൈലന്റ് ക്യാമ്പയിൻ, ഉത്തർപ്രദേശിലൊക്കെ നടക്കുന്ന മോഡൽ സൈലന്റ് ക്യാമ്പയിൻ അവിടെ നടക്കുന്നു. CPM മുഴുവൻ മറിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലൊന്നും അടിമതരാത മണ്ഡലം നമുക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാനായിട്ടുള്ള കാരണം ഈ പുറത്തുനിന്ന് വന്നവരടക്കം പാലക്കാടുകാർ നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനങ്ങളിൽ എടുത്തു പറയേണ്ടുന്ന പേരുകാരനാണ് പ്രിയപ്പെട്ട ശ്രീ വിൻസെന്റ് ഏട്ടൻ എന്ന്. ബഹളങ്ങളൊന്നുമില്ല. പുള്ളി അവിടെ അത്രയും ദിവസം ചുമതലക്കാരനായിരുന്നിട്ട് ആകെ ഏതോ ഒരു ചടങ്ങിനിടയിൽ ഒരു വട്ടം പാസ് ചെയ്യുമ്പോൾ ഞാനൊന്ന് കണ്ടു എന്നുള്ളതാണ് ഞങ്ങൾ തമ്മിൽ അവിടെ വെച്ചുണ്ടായ ആകെ കൂടിക്കാഴ്ച. അത്രയും ദിവസവും സ്ഥാനാർത്ഥിയാണല്ലോ, ഇയാളൊന്ന് എന്നെ ബോധ്യപ്പെടുത്തേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല, എങ്കിലും ഇയാളോടൊന്ന് പറഞ്ഞേക്കാം ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞേക്കാം എന്നൊരു തീരുമാനം പോലും എടുക്കാതെ അവിടെ അദ്ദേഹത്തെ ഏൽപ്പിച്ച ചുമതലകൾ വളരെ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ നേമം ഷജീർ, അദ്ദേഹം നമുക്ക് കേരളത്തിലെ ഏതൊരു UDF-കാരനും മതേതര വിശ്വാസിക്ക് അറിയുന്ന മണ്ഡലമാണ് പ്രായിരി. പ്രായിരി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, പിരായിരി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. ആ പ്രായിരിയുടെ ചുമതലക്കാരനാണ്. അപ്പോൾ അവിടെ നടത്തിയ യൂത്ത് കോൺഗ്രസ് ആക്ടിവിറ്റികൾക്കപ്പുറം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെ ഏൽപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് യുവജന UDYF-ന്റെ കോർഡിനേഷൻ ആണെങ്കിൽ അതിനപ്പുറം ഒരു കോൺഗ്രസിന്റെ കോർഡിനേറ്ററായി തന്നെ വീട് കേന്ദ്രത്തിലടക്കം കൃത്യമായ പ്രവർത്തനം അദ്ദേഹം നടത്തി. എടുത്തു പറയേണ്ടത് മറ്റൊരു പേര് മുൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരനുമായ ശ്രീ സുധീർ ഷാ പാലോടിൻ്റെ. ഇപ്പോഴത്തെ ഞങ്ങൾ പറയുമ്പോൾ മുൻ ജില്ല, ഞങ്ങൾ ജില്ലാ പ്രസിഡന്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ചുമതലകൾക്കപ്പുറം നമ്മുടെ ബിഹൈൻഡ് ദ കർട്ടൻ ഒരുപാട് വർക്കുകൾ, എൻ്റെ പെട്ടിയല്ല കേട്ടോ, ആ ബിഹൈൻഡ് ദ കർട്ടൻ വർക്കുകളിൽ എങ്കിലും മുഖം വരാതെ വളരെ ചിട്ടയായി പ്രവർത്തിച്ച ശ്രീ സുധീർ ഷാ പാലോട് അടക്കം. അങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷ്മി ചേച്ചി ഉണ്ട്. ലക്ഷ്മി ചേച്ചി ചില സ്ഥലങ്ങളിലേക്ക് ഫീഡ്ബാക്കുകൾ ഇങ്ങോട്ട് വരും, ആ വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പ്രവർത്തനം. എല്ലാവരും ഗോവഞ്ചൻ എന്നോട് പറഞ്ഞത് ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തില്ല, ഞാൻ ഒരു ഓപ്പറേഷൻ ചെയ്യും എന്നുവെച്ചാൽ മോശമായിട്ട് ഓപ്പറേഷൻ അല്ല കേട്ടോ, അവരൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ട് അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻ അല്ല. പുള്ളിക്ക് അവിടെ കൃത്യമായി ബന്ധമുള്ള ഇത്ര വീടുകളുണ്ട്. അതെന്താ കാരണം ഞാനിപ്പോൾ പറയുന്നില്ല, അടുത്ത ഇലക്ഷൻ എനിക്ക് ഉപയോഗപ്പെടുത്തേണ്ടതായതുകൊണ്ട് അത് കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യുന്നു. പ്രിയപ്പെട്ട മുന്നീർക്കടക്കയിൽ പേരുകൾ പറയാൻ പോയാൽ എല്ലാവരുടെയും പേരുകൾ, ഒരുപാട് പേരുകൾ പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു പേര് പറഞ്ഞില്ലെങ്കിൽ അതൊരു പ്രയാസമാകും എന്നുള്ളതുകൊണ്ട് ഞാൻ പേരുകളിലേക്ക് കിടക്കുന്നില്ല. എല്ലാ ആളുകളും കൃഷ്ണന്മാരടക്കം എല്ലാ ആളുകളും വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഇനിയും ഒരു പദവിയുമില്ലാത്ത എത്രയോ തിരുവനന്തപുരംകാർ സ്വന്തം പണം മുടക്കി റൂമൊന്നും എടുത്ത് കൊടുത്തിട്ടില്ല. മറ്റേ നീലപ്പെട്ടി പണം ഉണ്ടെന്ന് CPM-കാരും BJP-ക്കാരും പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ വിശ്വസിക്കത്തില്ല. കാരണം മുറി പോലും എടുത്തത് സ്വന്തം പൈസക്കാണെന്ന് അറിയുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണെന്നുള്ള രീതിയിൽ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിട്ടുള്ള വലിയ സ്നേഹം. അത് മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ നിലയിൽ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം എന്നോട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ പറയായിരുന്നു, കഴിഞ്ഞ 2 തിരുവനന്തപുരം യാത്ര ഓർമ്മയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് കണക്ട് ആയില്ല. നമ്മൾ എന്താ ആ 2 തിരുവനന്തപുരം യാത്രയും വന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ വരുന്നത്. കാരണം അവസാനമായിട്ടുള്ള 2 തിരുവനന്തപുരം യാത്രയിൽ ഞാൻ ഇന്ന് നേരെ ജയിലിലേക്കാണ്. അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ തിരുവനന്തപുരം യാത്രയാണ്. അപ്പോൾ ജയിലിലേക്കൊക്കെ പോകുമ്പോൾ എന്തോരം കോൺട്രിബ്യൂഷനാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസ്. നമ്മൾ ഉടുക്കുന്ന കൈലി തൊട്ട് തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാരുടേതാണ് സംഭാവന. അപ്പോൾ അങ്ങനെയുള്ള കാര്യം. ശ്രീ സന്ദീപ് വാര്യരെ പറ്റി ഒരു വാക്ക് പറയാതെ പോകേണ്ട ആവശ്യം തന്നെ ഇല്ല, പറയാതെ പോകാൻ കഴിയില്ലെന്നല്ല, ആവശ്യം തന്നെ ഇല്ല. അപ്പോൾ ശ്രീ സന്ദീപ് വാര്യർ പാർട്ടിയിലേക്ക് വരുമ്പോൾ പല കോണിൽ ആശങ്കകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അത് ആ ആശങ്കകളെല്ലാം ചോദ്യങ്ങളായി മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴും പ്രസ്ഥാനം നമ്മളുമെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ ശ്രീ സന്ദീപ് വാര്യരുടെ പൂർവ്വകാല നിലപാടുകളാണ്. ആ പൂർവ്വകാല നിലപാട് തുടർന്ന് അദ്ദേഹം ആ മേഖലയിൽ തന്നെ നിലനിന്നോട്ടെ എന്നല്ല നമ്മൾ വിചാരിക്കുന്നത്. ആ നിലപാടുകൾ തിരുത്തി
മതേതരത്വത്തിൻ്റെ ചേരിയിലേക്ക് ഒരാൾ വന്നാൽ, അപ്പം ആദ്യമൊക്കെ ശ്രീ സന്ദീപ് വന്നുടനെ BJP സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞത് രണ്ടാമതൊരാളുടെ പിന്തുണയില്ലെന്ന്. അതെന്താണെന്നൊക്കെ ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാനന്ന് പറഞ്ഞു, രണ്ടാമതൊരാളെ വേണ്ട, ഒറ്റൊരാളുണ്ട്. വർഗീയതയുടെ ചേരിയിൽ നിന്ന് ഒരാളുടെ എണ്ണം കുറഞ്ഞാൽ പോലും അത് മതേതരത്വത്തിൻ്റെ വലിയ വിജയമാണ് എന്ന നിലപാടാണ് നമ്മളും പ്രസ്ഥാനവും എടുത്തത്. ഒരു കാര്യം ഞാനങ്ങനെ സസ്പെൻസ് ഒന്നും ഇടുകയാണ്. ശ്രീ സന്ദീപ് ആ വരവിലെ അവസാനത്തെ പേരുകാരനല്ല എന്ന ഉറപ്പ് പാലക്കാടിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ഇവിടെ നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. ആ വരവിന്റെ ഭാഗമായി 2025 ആണ്ടിൽ കേരളം ഉറ്റുനോക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി UDF ഭരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. അദ്ദേഹം പ്രസംഗത്തിനിടയിൽ പാർട്ടി വിട്ട് അധികാരത്തിന് വേണ്ടി പോകുന്ന ഒരുപാട് ആളുകൾ നിന്ന് തിപ്പി പോയി ഒരുപാട് ആളുകൾ തിരുവനന്തപുരത്ത് നമുക്ക് അറിയുന്ന ആളുകളൊക്കെ. ഇത് ശ്രീ സന്ദീപ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നൊരു പാർട്ടി, രാജ്യത്ത് ഏറ്റവും അധികം സംസ്ഥാനങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി, ആ പാർട്ടിയിൽ നിന്ന് രാജ്യത്ത് അധികാരത്തിലില്ലാത്ത, സംസ്ഥാനത്ത് അധികാരത്തിലില്ലാത്ത, ഞങ്ങളുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും അധികാരത്തിലില്ലാത്ത പാർട്ടിയിലേക്ക് വരിക എന്ന് പറയുന്നത് അത് ആമാശയപരമല്ല, അത് ആശയപരമായ ദൃഢത കൊണ്ടാണ് എന്നുള്ളത് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിനിടയിൽ സെൽഫ് ട്രോളായിട്ടാണെങ്കിലും അദ്ദേഹം പറഞ്ഞ പ്രസക്തമായ ഒരു വിഷയം. അദ്ദേഹം പറഞ്ഞു, ഒരു തിരഞ്ഞെടുപ്പിൽ 2 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിച്ച, 2 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച ആളാണ് അദ്ദേഹം. അതിനകത്തൊരു വലിയ രാഷ്ട്രീയം. അദ്ദേഹം തമാശ രൂപേണാണ് പറഞ്ഞത്. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ BJPക്ക് വോട്ട് ചെയ്യുവാൻ അഭ്യർത്ഥിച്ച ശ്രീ സന്ദീപ് വാര്യരെ പോലെ BJPക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ച നിരവധി ആളുകൾ ആ തീരുമാനം മാറ്റി മതേതര ചേരിക്കൊപ്പം നിലപാടെടുത്തത് കൊണ്ടാണ് പാലക്കാട് നമുക്ക് ഇത്ര വലിയ വിജയമുണ്ടായത്. അതിൻ്റെ ടോർച്ച് ബെയറായിരുന്നു ശ്രീ സന്ദീപ് വാര്യർ എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയുക. നമ്മുടെ കൂട്ടത്തിൽ നിന്നൊക്കെ ആളുകൾ തോന്നുന്നു. അതുപോലെ ഞാൻ പറഞ്ഞു, പദവി നോക്കട്ടെ, ശ്രീ സന്ദീപ് വാര്യർ BJPയിൽ വഹിച്ച പദവി എന്താണെന്ന് നോക്കട്ടെ. ഒരു കാര്യം പറയാം, അവരുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റിനേക്കാൾ ഒരു അങ്ങാടിയിൽ ഇറങ്ങിയെന്ന 4 പേർ അറിയുന്ന ആളാണ് ശ്രീ സന്ദീപ് വാര്യർ എന്നുള്ളത്. അത് നമുക്കൊരു അസറ്റാണ്. അപ്പം ആ അസറ്റ് അവിടെ അവസാനിക്കുന്നില്ല, അതൊരു ഫിക്സഡ് ഡിപ്പോസിറ്റായി ഇനി കറണ്ട് അക്കൗണ്ടിലേക്ക് നിരവധി ഡിപ്പോസിറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ കാലത്തും ഒരു KSU പ്രവർത്തകനായി തിരുവനന്തപുരത്തേക്ക് വന്ന നാൾ മുതൽ ഇന്ന് പ്രസ്ഥാനവും മുന്നണിയും തന്ന അവസരത്തിൻ്റെ ഭാഗമായി പാലക്കാട് ജനത നൽകിയ അകമഴിഞ്ഞ സ്നേഹത്തിൻ്റെ ഭാഗമായി ഒരു നിയമസഭാ സാമാജികനായി ഇവിടെ എത്തുന്ന ദിവസം വരെ തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകർ, നേതാക്കന്മാർ നൽകിയിട്ടുള്ള അതിരുകളില്ലാത്ത, നിർലോഭമായ, പരിധികൾ വെച്ചിട്ടില്ലാത്ത ആ പിന്തുണയ്ക്ക് സ്നേഹാഭിവാദ്യങ്ങൾ. നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമായിരിക്കും. ഇന്ന് നന്ദിയില്ലെന്നല്ല, സ്നേഹാഭിവാദ്യങ്ങൾ. ആ സ്നേഹം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഏതൊരു കാര്യത്തിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നത് പോലെ തന്നെ ഒരു നിയമസഭാ സാമാജികനെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിലും എങ്കിലും എന്തെങ്കിലും ഒരു കാര്യം എന്നെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ അതിന് ഒരു മടിയും വിചാരിക്കാതെ വിളിക്കാം. ഇനിയും പ്രസിഡന്റ്, നമ്മൾ അടുത്ത ഇതുപോലുള്ളൊരു സ്വീകരണം എന്ന് പറയുന്നത് 2026 ഒരു 8-10 UDFന്റെ MLA-മാർക്ക് കൊടുക്കുന്ന സ്വീകരണമായി അതൊരു വലിയ പന്തലിൽ നടന്നു, വലിയ സ്വീകരണം നടന്നു. ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്തതാണ്. ഒരു വലിയ പന്തലിൽ ആ സ്വീകരണം നടത്തുമ്പോൾ 2026 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഒരു കോൺഗ്രസ്സുകാരൻ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസത്തിനുവേണ്ടിയുള്ള പ്രവർത്തനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വീണ്ടും കാണുന്നതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ നന്ദി, നമസ്കാരം.